ടു 1. അടുത്ത വാല്യൂ ആണ് 30 ഡിഗ്രി. 30 ഡിഗ്രീൻ്റെത് നമ്മളെങ്ങനെ കണ്ടെത്തും? റൂട്ട് ഫിംഗേഴ്സ് ബിലോ ബൈ 2. 30ക്ക് താഴെ 3 ഫിംഗേഴ്സ് ആണുള്ളത്. 30 ഡിഗ്രി കോസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2. നെക്സ്റ്റ് 45 ഡിഗ്രി ആണ്. കോസ് 45 ഡിഗ്രി കണ്ടെത്താൻ താഴെ 2 ഫിംഗേഴ്സ് ആണുള്ളത്. അപ്പോൾ റൂട്ട് 2 ബൈ 2 നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ബൈ റൂട്ട് 2 കിട്ടും. കോസ് 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. ദെൻ അടുത്തതാണ് 60 ഡിഗ്രി. കോസ് 60 ഡിഗ്രി കണ്ടെത്താൻ വേണ്ടിയിട്ട് 60 ഡിഗ്രിയുടെ താഴെ ഒരു വിരലേ ഉള്ളൂ. അപ്പോൾ റൂട്ട് 1 ബൈ 2. റൂട്ട് 1 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. സോ കോസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ബൈ 2. ദെൻ 90 ഡിഗ്രി. കോസ് 90 ഡിഗ്രി കണ്ടെത്താൻ 90ൻ്റെ താഴെ വേറെ ഇല്ല. സോ 0 ആണ്. റൂട്ട് 0 ബൈ 2 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ എല്ലാ ആംഗിൾസിൻ്റെയും കോസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തി. നേരത്തെ സൈനിൻ്റെ എഴുതിയ പോലെ നമുക്ക് കോസിൻ്റെ വാല്യൂസും നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തിയ വാല്യൂസ് നമുക്ക് ആ ഷീറ്റിൽ തന്നെ എഴുതി നോക്കാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 0 എന്താണ് കിട്ടിയത്? 1. ദെൻ കോസ് 30 നമുക്ക് കിട്ടിയത് റൂട്ട് 3 ബൈ 2. കോസ് 45 കിട്ടിയത് 1 ബൈ റൂട്ട് 2. കോസ് 60 കിട്ടിയത് 1 ബൈ 2. കോസ് 90 കിട്ടിയത് 0. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും സൈന് നേരെ ഒന്ന് തിരിച്ചിട്ടതാണ് കോസിന് വരുന്നത്. അതായത് സൈൻ തീറ്റ സൈൻ 90 ഡിഗ്രിക്ക് വന്ന വാല്യൂ ആണ് കോസ് 0ക്ക് വന്നത്. സൈനും കോസും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ടാന് കാണാൻ നമുക്ക് ഈസിയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ് ടാനിൻ്റെ ഇക്വേഷൻ. ഇത് രണ്ടും നമുക്ക് ഈസിയായി കിട്ടി. സോ നമുക്ക് ടാനിൻ്റെ വാല്യൂ നോക്കാം. tan 0 is equal to 0 by 1, 0. Tan 30 is equal to 1 by 2 by root 3 by 2. 1 by 2 by root 3 by 2, 1 by root 3. Then tan 45 is equal to 1 by root 2 by 1 by root 2. That is equal to 1. Tan 60 is equal to root 3 by 2 by 1 by 2. Then root 3. Tan 90 is equal to 1 by 0. 1 by 0 വരുമ്പോൾ ശ്രദ്ധിക്കുക ഡിനോമിനേറ്റർ 0 വരുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ tan 90 ഡിഗ്രി